എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കണ്ട മില്യൺസ് വ്യൂ ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ എരിവും മധുരവും പുളിയും ഒക്കെ ഒന്നിച്ചിഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പകുതി മതി, മുഴുവനൊന്നും വേണ്ട. പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് പോമഗ്രാനൈറ്റും ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി പൈനാപ്പിളിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ പോമഗ്രാനൈറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാവില്ല നമുക്ക് കുത്തി ചതച്ചെടുക്കുന്ന ഈ ഒരു കല്ല്, അതാണ് കേട്ടോ ആവശ്യമുള്ളത്. അതിനകത്തേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരെണ്ണമൊക്കെ മതി, കാരണം കുട്ടികൾക്കൊന്നും അല്ലെങ്കിലും ഇത് അത്ര നല്ലതൊന്നും അല്ല. നമ്മൾ വലിയവർക്കൊക്കെ മാത്രമാണ് കേട്ടോ പറ്റുള്ളൂ. കാരണം കുട്ടികൾക്കൊക്കെ ഇത് അല്ലാതെ തന്നെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് അല്ലാതെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും കൂട്ടി കൊടുക്കാതെ തന്നെ ആയിരിക്കും അവരുടെ വയറൊന്നും ചിലപ്പോൾ പറ്റത്തില്ല കേട്ടോ. നമുക്ക് തന്നെ ഇത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിക്കാൻ മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മളിങ്ങനെ കഴിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും അത് വിട്ട് കൊടുത്തു. പിന്നെ നമുക്കൊരു വെളുത്തുള്ളീൻ്റെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് ചതച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ, അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് മിക്സിക്കകത്തൊന്നും ഇട്ടിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ അരച്ചൊന്നും എടുക്കരുത്. ഇതുപോലെ തന്നെ ചതച്ചെടുക്കണം, എന്നാലാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ മല്ലിച്ചപ്പ് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ, ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വളരെ കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ഏകദേശം ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂണാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കെച്ചപ്പാണ് കേട്ടോ, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതും കൂടെ നമുക്കിതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിപൂരിൻ്റെ ഒക്കെ ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവറോ ആ ഒരു മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ശരിക്കും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഇത് നേരെ നമുക്ക് ആ ഒരു പൈനാപ്പിളിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഒന്നും നോക്കാനില്ല, എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് പാത്രത്തോടെ എടുത്ത് അങ്ങോട്ട് കുലുക്കി അങ്ങോട്ട് മറിച്ചാൽ അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു മധുരവും എരിവും പുളിയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.